യേശുക്രിസ്തുവിന്റെ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻ ഹിസ് പ്രസൻസ്, തിരുസന്നിധി എന്നുള്ള ഈ പ്രഭാത വചന പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവകൃപയുടെ സുവിശേഷം നാം അധികമായി പ്രസംഗിക്കണം എന്നുള്ള വിഷയമാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചില വാക്യങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഈ വചനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് സഭ എന്തുകൊണ്ടോ ദൈവകൃപയുടെ സന്ദേശത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല എന്നൊരു തോന്നൽ ഈ സന്ദേശം കേട്ട പലരും വ്യക്തിപരമായി പങ്കുവച്ചു. നമ്മുടെ വിശ്വാസ സമൂഹം ഒരു കുറ്റബോധമുള്ള മനസാക്ഷിയിൽ അല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിൽ, എല്ലാം പ്രവർത്തിച്ച് ശരിയാക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ, നാളെ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ, അപ്പോൾ തന്നെ നീതിദാനത്തെക്കുറിച്ചോ നീതിബോധത്തെക്കുറിച്ചോ വിശ്വാസത്തിലുള്ള നീതീകരണത്തെക്കുറിച്ചോ ഒക്കെ സഭയിൽ വളരെ വിരളമായ സന്ദേശങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്ന് ഒരു സന്ദേഹം ഇപ്പോൾ കൂടുതലായി പങ്കുവെക്കപ്പെടുന്നു. ആദിമസഭയും അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെല്ലാം സഭ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ദൈവകൃപയുടെ സുവിശേഷമാണ് അവർ പ്രസംഗിച്ചത്. സകല മനുഷ്യർക്കും രക്ഷകരമായ ദൈവകൃപയെക്കുറിച്ചാണ് അപ്പോസ്തലന്മാർ നിരന്തരമായി അവരുടെ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയത്. പ്രവൃത്തികളുടെ പുസ്തകം 20:32 അവർ ഗ്രാമം തോറും പട്ടണം തോറും കടന്നുപോയി. അത് തെരുവീതികളിലും ചന്തസ്ഥലത്തും പുഴവക്കത്തും പുരുഷാരത്തിന്റെ നടുവിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും പോയി അപ്പോസ്തലന്മാർ ജനത്തോട് പറഞ്ഞ ദൂത് ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷയും ആ രക്ഷ സൗജന്യമാണെന്നും അത് കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നതെന്നും യേശുവിന്റെ കൃപയാൽ ഈ വീണ്ടെടുപ്പ് സൗജന്യമാണെന്നും കൃപയുടെ സുവിശേഷമാണ് അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ എല്ലാ സ്ഥലത്തും, അത് കൊരിന്താകട്ടെ, ഏഥൻസ് ആകട്ടെ, എഫെസോസ് ആകട്ടെ, മക്കദോനിയ ആകട്ടെ, ഫിലിപ്പി ആകട്ടെ, ഏഷ്യ മൈനറിൽ മുഴുവനായി കൃപയുടെ സുവിശേഷത്തിന് അവർ സാക്ഷി തന്നു. അപ്പോസ്തലപ്രവൃത്തി 14:3 പറയുന്നത് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ കർത്താവ് വരം നൽകി. എന്നിട്ട് കൃപയുടെ വചനത്തിന് ദൈവം സാക്ഷി തന്നു. 14:26 അവർ പ്രേക്ഷിത പ്രവൃത്തിക്കായി പുറപ്പെട്ടു പോയത് സഹോദരന്മാരാൽ ദൈവകൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടാണ്. കർത്താവ് യേശുവിന്റെ ശിഷ്യഗണം അവർ പ്രഘോഷിച്ച ദൈവവചന നിമിത്തം രൂപീകൃതമായ സഭകളുടെ മൂപ്പന്മാരോട് അവർ ആജ്ഞാപിച്ചത് ദൈവകൃപയെക്കുറിച്ചുള്ള സന്ദേശം ജനത്തിന് നൽകുവാനാണ്. അപ്രകാരം ഒരു ആത്മീയ വർധന എല്ലാ വിശുദ്ധന്മാർക്കും നൽകുവാൻ മൂപ്പന്മാരെ പ്രബോധിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 20:32 വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും വിശ്വാസ സമൂഹത്തെ ഭരമേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം ഈ ഭാഗങ്ങൾ തുടർമാനമായി പഠിക്കുമ്പോൾ ആദിമസഭ പ്രാധാന്യം നൽകിയ ദൈവകൃപയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. 2 തിമോഥെയോസ് 1:10 ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാണ്. തീത്തോസ് 3:6 പറയുന്നു, നാം അവന്റെ കൃപയാലാണ് നീതീകരിക്കപ്പെട്ടത്, നാം നിത്യജീവന്റെ അവകാശികളായി തീർന്നത് ദൈവകൃപയാലാണ്. ഞാൻ ഒന്നുകൂടി ഈ ഭാഗങ്ങൾ വ്യക്തമാക്കാം. പിതാവാൻ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതും ദത്തെടുക്കേണ്ടതിന് നമ്മെ തന്റെ സ്നേഹത്തിൽ മുൻ നിയമിച്ചതും തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവിടെ കണ്ടോ, അത് നാം സസൂക്ഷ്മം പഠിക്കണം. നമ്മെ ദത്തെടുത്തു, തിരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. എന്തിനു വേണ്ടിയാണ്? തന്റെ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. നാം ദൈവത്തിന്റെ പുകഴ്ചയായി, കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയായി തീരണം എന്നുള്ള വിഷയം എഫെസ്യ ലേഖനമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്. തന്റെ പുത്രന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകിയതും തന്റെ കൃപാദാന പ്രകാരമാണ്. അവനിൽ നാം അവകാശം പ്രാപിച്ചതും തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേട്ട് വിശ്വസിച്ച് സ്വന്തം ജനമായി തീർന്നവരെ അവരുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടതും അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തതും തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുന്ന കാലങ്ങളിൽ അത് മുഴുവനായി പ്രദർശിപ്പിക്കേണ്ടതിനാണ്. എഫെസ്യ ലേഖനം 1:3-14 വരെയും 2:6-7 വാക്യങ്ങളാണ് നാം എടുത്ത് ഒന്നിച്ച് വായിച്ച് ഇത്തരണത്തിൽ ഇവിടെ പ്രസ്താവിച്ചത്. ഇനി 3:2-8-9 വാക്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. അത് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമാണ് ദൈവം പൗലോസിന് ഈ കൃപ നൽകിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആദിമസഭയിൽ എല്ലാവർക്കും ധാരാളമായി കൃപ ലഭിച്ചു. അവർക്ക് സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി എന്ന് നാം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. അന്ത്യോക്യയിൽ എത്തിയ ബർന്നബാസ് ദൈവകൃപ കണ്ടാണ് സന്തോഷിച്ചത്. അപ്പൊല്ലോസ് കൊരിന്തിൽ ചെന്നപ്പോൾ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നത് ദൈവകൃപയാലായിരുന്നു. 18-27 നാം ഭയം കൂടാതെ നമ്മുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ഈ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമെന്ന് അബ്രഹാമിനോട് സത്യവും വിശുദ്ധ നിയമവും ദൈവം ചെയ്തിരുന്നു എന്ന് ലൂക്കോസ് 1:74-75 വാക്യങ്ങൾ വായിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ കന്യകയായ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: കൃപ ലഭിച്ചവളെ
നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടിയുണ്ട്. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. യേശു വളർന്നതും ആത്മാവിൽ ബലപ്പെട്ടതും ജ്ഞാനത്താൽ നിറഞ്ഞതുമെല്ലാം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2:40 കാണാൻ കഴിയും. യേശുവിന് പോലും തന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവൻ ദൈവകൃപയിൽ മുതിർന്നു വന്നു, അല്ലെങ്കിൽ ദൈവകൃപയും യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വ്യത്യസ്ത തലങ്ങളിൽ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട കൃപയെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ വീണ്ടും ചിന്തിക്കുന്നത്. കൃപയുടെ സുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവം പ്രാപിച്ച ഒരു ദൈവ പൈതൽ നിശ്ചയമായും തുടർന്ന് കൃപയുടെ പുത്തൻ നിറവുകളിലേക്ക് വളരണമെന്ന്, ഉയരണമെന്ന്, അല്ലെങ്കിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. കാരണം കർത്താവ് കൃപ നിറഞ്ഞവനായിട്ട് നമുക്കായി ഇറങ്ങി വന്നു. അവന്റെ നിറവ് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ പ്രാപിക്കുവാൻ കാരണമായി. അത് മാത്രമല്ല, എഫെസ്യർ 1:23, 3:19, 4:10 പറയുന്നത്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവാണ് തന്റെ ശരീരമായ സഭയെന്നും നാം അവന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നും സകലത്തെയും നിറയ്ക്കേണ്ടതിന് വേണ്ടി ആണ് യേശു സ്വർഗത്തിന് മീതെ കയറിയതെന്നും തിരുവചനം നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായി കൃപയിലേക്ക് പ്രവേശനമുണ്ട്. ഈ കൃപയിൽ നിലനിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരും. നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ വലിയൊരു കവിഞ്ഞൊഴുക്ക് നിശ്ചയമായി ഉണ്ടാകും. നാം കൃപയുടെ സമൃദ്ധി ദിവസം തോറും നാം പ്രാപിക്കും. അതുകൊണ്ടാണ് വേദവസ്തു നമ്മളോട് ആഹ്വാനം ചെയ്തത്, തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിക്കുവാൻ നിങ്ങൾ ദൈവത്തിൽ അടുത്തു വരുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് ദൈവം എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമുക്ക് സൗജന്യമായി ദൈവം തന്നെ നൽകുന്നതാണ് ഈ കൃപയെന്നുള്ളത്. ദൈവം നമ്മിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. നാം യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കുറവുള്ളവരാണെന്ന് ദൈവം മനസ്സിലാക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ദൈവം സ്നേഹം പകർന്നു നൽകുന്നു. ദൈവം നമ്മിൽ നിന്നും ദീർഘക്ഷമ പ്രതീക്ഷിക്കുന്നു. ക്ഷമിക്കുവാൻ നാം വൈമനസ്യമുള്ളവരാണ്, വൈമുഖ്യമുള്ളവരാണ് എന്ന് ദൈവത്തിന് തന്നെ അറിയാം. പക്ഷേ ദൈവം നമുക്ക് ധാരാളമായ ദീർഘക്ഷമ പകർന്നു തരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളെ നേരിടുവാൻ നാം അശക്തർ ആണെന്ന് ദൈവത്തിനറിയാം. നമുക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്ന് ദൈവം മനസ്സിലാക്കും. എന്നാൽ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ കൃപയാണ്. പല സാഹചര്യങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പലവിധമായ ബുദ്ധിമുട്ടിന്റെ സാഹചര്യങ്ങൾ നമ്മെ ഞെരുക്കുന്നുണ്ട്. അതൊക്കെ വാസ്തവമാണ്. ഈ ബലഹീനതയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും പലവിധമായ ക്ലേശങ്ങളും ദുർഘടങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളായി യാഥാർത്ഥ്യമായി വെളിപ്പെട്ടു വരുന്ന ജീവിത അനുഭവങ്ങളാണ്. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ, അതിന് മീതെ നിങ്ങളെ ശക്തരാക്കി തീർക്കുവാൻ ദൈവകൃപയ്ക്ക് കഴിയും. നമ്മുടെ മേൽ ധാരാളമായ ദൈവകൃപ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാവിധമായ പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്യുവാൻ കൃപ നമ്മളെ പ്രാപ്തരാക്കുന്നു, ശക്തീകരിക്കുന്നു. കൃപ നിങ്ങൾക്ക് ജയം നൽകുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സാഹചര്യത്തിന് അടിമകളാകുവാനല്ല, മറിച്ച് അതിനെ അതിജീവിക്കുവാൻ കൃപ പര്യാപ്തമാക്കും. We are able to live above the all circumstances, not below the circumstances. അതുകൊണ്ടാണ് തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തിന് മുമ്പാകെ അടുത്ത് ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ധാരാളമായി കൃപ ഈ അനുഭവങ്ങളിൽ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു കൃപയുടെ അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.